ഇന്ന് ഉണ്ണിയുടെ കോളേജിൽ ഓണം പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ അതിന് മേക്കപ്പ് ആയിട്ട് രാവിലെ തന്നെ മാഡം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അവളും പോയി. ഏകദേശം ഒരു 11:30 ഗോപികയും വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ഡ്രസ്സ് എടുക്കാൻ പോകണം കേട്ടോ. കല്യാണത്തിനായിരുന്നു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമാണ് വരുന്നത്. വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയപ്പോൾ ഇതുവരെ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഗോപുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഊബറൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ നേരെ ഒരു കടയിലോട്ടാണ് പോയത്. നമ്മൾ അട്ടക്കുളങ്ങരയാണ് പോയിട്ടുണ്ടായിരുന്നു. ഈ രാമചന്ദ്രന്റെ അടുത്ത് തന്നെ ചെറിയ ചെറിയ ബൊട്ടീക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ ആദ്യം ഇവിടെയൊക്കെ പോയി നോക്കാന്ന് പറഞ്ഞാണ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ആദ്യം വന്നത് പാരഡൈസ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണ്. എനിക്കും ഗോപുവിന് ഇഷ്ടപ്പെട്ട കുറെ ഡ്രസ്സസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ട്രയൽ ചെയ്ത് നോക്കിക്കോളാൻ പറഞ്ഞിട്ട് പിന്നെ ഓരോന്നായിട്ട് പോയി ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 2500 ആണ് കേട്ടോ സ്റ്റാർട്ടിങ് തന്നെ ഈ ഒരു പാർട്ടി വെയർ ഡ്രസ്സസ് എല്ലാം. പിന്നെ നമ്മൾ കുറേയൊക്കെ ട്രയൽ ചെയ്ത് നോക്കി കേട്ടോ. ഗോപുവിന് ഇഷ്ടപ്പെട്ടതും എനിക്ക് ഇഷ്ടപ്പെട്ടതും. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇതൊന്ന് ഫൈനലൈസ് ചെയ്ത് എടുത്തു. ഇത് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് നേരെ പോയി ബില്ല് ചെയ്തു. ഡിസ്കൗണ്ട് പോയിട്ട് 2400 ആയിട്ടോ ഈ ഒരു ഡ്രസ്സിന്റെ പ്രൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അല്ലാണ്ട് 2-3 കടയിൽ കാഷ്വൽ വെയർ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു ലൈറ്റ് ആയിട്ട്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു രണ്ടുപേർക്കും. പിന്നെ ഒരു സമൂസയും കട്ട്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചു. ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വെള്ളവും ഓറഞ്ചും പഴവും എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് അരന്തന്നെ ഡ്രസ്സ് എടുക്കാനാണ്. ഓൾറെഡി അരന്തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കടയിൽ നിന്ന് എടുത്താൽ മതി. ഇന്ന് പരിചയമുള്ള ഒരു കടയായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ ഗെറ്റപ്പ് എന്ന് പറയുന്ന ഒരു കടയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈവനിങ് റിസപ്ഷൻ ഇടാനാണ് ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ഗ്രേപ്പ് വൈൻ കളറൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് തന്നെ. കറക്റ്റ് ആയിട്ട് അതുപോലത്തെ ഒരു കളറും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതല്ലാണ്ട് ഓണത്തിനും കൂടെ ചേർത്ത് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം എടുത്ത് ബില്ലൊക്കെ പേ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ കുറച്ച് നേരം മഴ തോരുന്നവരെ അവിടെ നിന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. ഐശ്വര്യ എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. രണ്ടുപേർക്ക് മീൽസ് മതിയായിരുന്നു. പിന്നെ അതൊക്കെ വാങ്ങിച്ച് നല്ല വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. ഇനി അടുത്തതാണ് ഏറ്റവും വലിയ പണി. ഈ വാങ്ങിച്ച ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഓർണമെന്റ്സ് വാങ്ങിക്കാനായിട്ട് പോകണം. അപ്പോൾ ഗോപു ആണ് കേട്ടോ എന്നെ കൊണ്ടുപോയത്. നമുക്ക് പരിചയമുള്ള ഒരു കടയുണ്ടെന്ന് പറഞ്ഞാൽ സാബല്യം കോംപ്ലക്സിലാണ് എന്നെ കൊണ്ടുപോയത്. ഈ ഒരു ബോളിവുഡ് ഫാൻസി എന്ന് പറയുന്ന ഒരു കടയിൽ. പേര് കേട്ടപ്പോഴേ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. കാരണം ഒടുക്കത്തെ വിലയായിരുന്നു കേട്ടോ. ഭയങ്കര വിലയായിരുന്നു എല്ലാത്തിനും. ഡ്രസ്സ് നല്ല സിമ്പിൾ ആണ്. തന്നെ കുറച്ച് ഹെവി ആയിട്ട് ഓർണമെന്റ്സ് വാങ്ങിക്കാൻ വിചാരിച്ചോട്ടോ. തന്നെ ഷർട്ടിന്റെ കളറിലുള്ള ഓർണമെന്റ്സ് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കമ്മലാണ് നോക്കിയത് കേട്ടോ. നല്ല വിലയായിരുന്നു. പിന്നെ എനിക്ക് വേറെ ഒരു കടയിലും പോകാനായിട്ട് വയ്യ. കാരണം നല്ല ടയേർഡായിരുന്നു ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ. പിന്നെ അവിടെ നിന്ന് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് ഈ ഒരു വെഡ്ഡിംഗ് ഷോപ്പിംഗ് ഞാൻ അങ്ങ് അവസാനിപ്പിച്ചു.